എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ എക്സാം റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. അത് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയായാലും HDE വിദ്യാർത്ഥികളുടെ പരീക്ഷ റിസൾട്ട് ആയാലും എല്ലാം ഇന്നലെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളോട് പലരും പറഞ്ഞതായിട്ടുള്ളൊരു സംശയവുമാണ്, റീവാലുവേഷൻ റിസൾട്ട് വരാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? 4, 5, 6 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന്. കാരണം ഇതിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, എന്നോട് പല വിദ്യാർത്ഥികളും കമൻ്റ് ഇട്ടിരുന്നു. നമ്മളോട് പലരും പറഞ്ഞു റീവാലുവേഷൻ റിസൾട്ട് കുറേ നാൾ കൊണ്ട് മാത്രമേ വരികയുള്ളൂ, അത് ഒരുപാട് നാൾ പിടിക്കും, ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടുപോകുന്ന പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇത്രയും നാൾ ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുമോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്, എങ്ങനെയാണ് റീവാലുവേഷൻ പ്രൊസീജിയറുകൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നവരെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്ററിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ ചോദിക്കുന്ന ഒരു സംശയമാണ്. അത് എന്ന് പ്രസിദ്ധീകരിക്കും, എത്ര നാൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന്. അധികം വിദ്യാർത്ഥികൾ എന്നോട് കമൻ്റായിട്ട് ചോദിച്ച ചോദ്യമാണ്, റീവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി 3, 4, 5 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരുന്നത്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ അധികം 1.5 മാസമൊക്കെ നിങ്ങൾ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. ഈ 4, 5 മാസമൊന്നും എന്തായാലും പോവുകയില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സെമസ്റ്ററുകളുടെ റിസൾട്ട് 4, 5 മാസമൊക്കെ ചിലപ്പോൾ വൈകിയേക്കും. അത് 1, 2, 3, 4 സെമസ്റ്ററുകളുടെ റിസൾട്ട് എന്തെങ്കിലുമൊക്കെ കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു ഡിലേ ഒക്കെ വന്ന് 2 മാസമൊക്കെ ചിലപ്പോൾ പോയേക്കാം. പക്ഷേ 5ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷനും റിസൾട്ടും ഒന്നും അങ്ങനെ നീണ്ടു പോവുകയില്ല. 5, 6 സെമസ്റ്ററുകളുടെ വാല്യുവേഷനൊന്നും റിസൾട്ടും ഒന്നും നീണ്ടു പോവുകയില്ല. കാരണം നിങ്ങൾ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളാണ്, ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ്. നിങ്ങളുടെ പ്രൊസീജിയറുകൾ യൂണിവേഴ്സിറ്റിക്ക് വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊസീജിയറുകൾ അവർ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അടുത്ത വർഷമല്ല, ഈ വരുന്ന ജൂൺ, ജൂലൈ ആ സമയമാകുമ്പോൾ മറ്റ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉപരി പഠനത്തിന് വേണ്ടിയോ ഒക്കെയായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടവരാണ്. PG, BEd ഉൾപ്പെടെയുള്ള പഠനത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയില്ല. ഏതാണ്ടൊരു ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം വരെ പൂർത്തിയാക്കേണ്ട ഒരാവശ്യം യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾ കൊടുത്താൽ പോലും നിങ്ങളുടെ റിസൾട്ട് അങ്ങനെ വൈകി പോകാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കണം. അതിനുശേഷം യൂണിവേഴ്സിറ്റിക്ക് മാർച്ചിൽ ഏറ്റവും വലിയൊരു പ്രൊസീജിയർ വരികയാണ്, നിങ്ങളുടെ 5th സെമസ്റ്റർ എക്സാം റിസൾട്ട്. 6ാം സെമസ്റ്റർ നിങ്ങളുടെ 5th സെമസ്റ്റർ എക്സാം എന്ത് ചെയ്യുകയാണ്, മാർച്ചിൽ നടക്കാൻ പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ ഏത് സർവകലാശാലയുടെ കാര്യം എടുത്താലും 4ാം സെമസ്റ്ററിനും 2ാം സെമസ്റ്ററിനും മുന്നേ 2ാം സെമസ്റ്ററിനും മുന്നേ തന്നെ നടത്തുന്ന ഒരു പരീക്ഷയാണ് 5th സെമസ്റ്റർ എക്സാം റിസൾട്ട്. ഇനി ഓൾ സെമസ്റ്റർ എക്സാമുകൾ കഴിഞ്ഞു, ഇനിയുള്ളത് ഈവൻ സെമസ്റ്റർ എക്സാമുകളാണ്. 6ാം സെമസ്റ്റർ എക്സാം മാർച്ചിന് മുമ്പ് നടത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് ഉൾപ്പെടെയുള്ള മറ്റ് റിസൾട്ടുകളെല്ലാം അതിന് മുന്നേ പ്രസിദ്ധീകരിക്കേണ്ടതായ ഒരു ചുമതല യൂണിവേഴ്സിറ്റിക്കുണ്ട്. കാരണം നിങ്ങളുടെ 6ാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം, ശേഷം
ഈ 5ാം സെമസ്റ്ററിനുള്ളതുപോലെ തന്നെ അതിനും റീവാലുവേഷനും മറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതും നടത്തണം എന്നിങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ്. നിങ്ങൾ എന്താണ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ്, സൂപ്പർ സീനിയർ വിദ്യാർത്ഥികളാണ്. ഈ വർഷം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി മറ്റു ജോലിക്കും അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയൊക്കെ പോകേണ്ടവരാണ്, ഉപരിപഠനത്തിനും ജോലിക്കൊക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ വൈകിച്ചോട്ട് പോകാനൊന്നും പറ്റില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കുക. എന്തായാലും വിത്തിൻ 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനകം എന്തായാലും വരും. കാരണം നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊക്കെ എന്തായാലും വരും. നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷ എന്തായാലും മാർച്ച് മാസത്തിൽ നടത്തും, അത് ഉറപ്പാണ്. ബാക്കി 2-4 സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിക്കൊണ്ട് പോയാലും 6ാം സെമസ്റ്റർ പരീക്ഷ മാർച്ചിൽ തന്നെ നടക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പുള്ളൊരു കാര്യമാണ്. അത് വൈകിപ്പോകാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ്, നിങ്ങൾക്ക് ജോലിക്കും മറ്റാവശ്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ അങ്ങ് വൈകിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. മറ്റ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലെന്നല്ല, നിങ്ങൾക്ക് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം വെച്ച് താമസിപ്പിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയുകയില്ല. എന്നാൽ മറ്റ് സെമസ്റ്ററുകളിലെ വിദ്യാർത്ഥി, ഇപ്പോൾ 2ാം സെമസ്റ്റർ കഴിഞ്ഞാൽ വിദ്യാർത്ഥി 3ാം സെമസ്റ്ററിലേക്കും 4ാം സെമസ്റ്റർ കഴിഞ്ഞ വിദ്യാർത്ഥി 5ാം സെമസ്റ്ററിലേക്കും പോവുകയാണ്. അവൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അവളുടെ റിസൾട്ട് കുറച്ച് വൈകി കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം അവൻ അല്ലെങ്കിൽ അവൾ കോളേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്തൊരു വിദ്യാർത്ഥിയാണ്. പക്ഷേ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥി അങ്ങനൊരു വിദ്യാർത്ഥിയല്ല. ഇനി കോളേജ് കണ്ടിന്യൂ ചെയ്യുന്നല്ല, കോളേജ് പഠനം അവസാനിക്കുകയാണ്, അത് ബിരുദ പഠനം അവസാനിക്കുകയാണ്. ഇനി മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തേക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ കോളേജ് വിട്ട് പോകുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാവും. കാരണം നിങ്ങളുടെ പ്രൊസീജിയറുകൾ പൂർത്തീകരിക്കേണ്ടതായ ഒരു ആവശ്യം യൂണിവേഴ്സിറ്റിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, റീവാലുവേഷൻ റിസൾട്ട് നിങ്ങളുടേത് അങ്ങനെ വൈകൂല, ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.